ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല നമ്മുടെ മോദിജീനെ ഒരു മാർവൽ മൂവിയിൽ കാണാൻ സാധിക്കുമെന്ന്. എനിഹൗ, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 5 സെക്കൻഡ് ലാസ്റ്റ് മൂവിയായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് റിലീസായിട്ടുണ്ട്. സോ ഈ ഒരു സിനിമയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹൗ വാസ് ദ ഫിലിം എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ മൂവി വാസ് ജസ്റ്റ് ഫൈൻ. ഒരു ക്യാപ്റ്റൻ അമേരിക്ക മൂവി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ ആ ഒരു അക്സെപ്റ്റൻസിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അതായത് സാം വിൽസൺ AK ഫാൽക്കൺ ഈസ് ന്യൂ ക്യാപ്പ് എന്ന് നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കൺവിൻസിങ് രീതിയിലല്ല ഈ ഒരു സിനിമ ഉള്ളത്. നമ്മളെ ആ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു സിനിമ റിലീസാക്കിയതും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആക്ടറിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ആൻ്റണി മെക്കൽ റിയലി ഡിഡ് വെൽ. തന്നെ കൊണ്ട് കരയാവുന്ന രീതിയിൽ പുള്ളി മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്ക്രിപ്റ്റും പിന്നെ ആ ഒരു ക്യാപ്റ്റൻ അമേരിക്ക, അതായത് സ്റ്റീവ് റോജേഴ്സ് എന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഡെപ്ത്ത് എന്തുകൊണ്ടും ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്കനെ കൊണ്ട് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റീവ് റോജേഴ്സ് ഇൻസ്പയേഴ്സ്. ആൻഡ് ഇവിടെ ഈ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഈസ് ട്രൈങ് റിയലി ഹാർഡ് ബട്ട് ഈസ് നോട്ട് ഏബിൾ ടു ഡു ഇറ്റ്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരും വണ്ടർ എന്നുള്ളൊരു കാര്യമാണ്, ഈ സാം വിൽസണ് സൂപ്പർ സോൾജർ സിയറം ഇല്ല. ആൻഡ് ഫിലിമിൽ തന്നെ അത് 3-4 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്, ഐ കുഡ് ഹാവ് ടേക്കൻ ദാറ്റ് സിയറം. ആൻഡ് ബക്കി വരുന്നുണ്ട് ചെറിയൊരു ക്യാമിയോ രീതിയിൽ, അപ്പോഴും ഇതൊരു ജോക്ക് പോലെ ഒരു ക്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് ഹൾക്കിൻ്റെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ CGI വർക്ക് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം ലാസ്റ്റ് ഒരു ഫൈറ്റ് സീക്വൻസിൽ ക്യാപ്റ്റൻ അമേരിക്കയും റെഡ് ഹൾക്കും തമ്മിലുള്ള ഒരു ക്ലാഷ്, ദ സീൻ ആക്ച്വലി ഇറ്റ് വാസ് ഗുഡ്, ബട്ട് CGI ഫൈറ്റ്സ് എല്ലാം CGI ആക്ഷൻ എല്ലാം കൂടെ എന്തൊക്കെയോ കാണിച്ച് വെച്ചേക്കുന്നുള്ളൊരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഫീല് നമുക്ക് തരുന്നില്ല ഒരു ഹൾക്കിൻ്റെ ആ ഒരു ഫൈറ്റും. പിന്നെ നമ്മളെല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഹൗ ക്യാൻ ദിസ് നോർമൽ ഗൈ ബീറ്റ് ദിസ് ഹൾക്ക്. ആൻഡ് എൻഡിങ്ങിലൊക്കെ ഹൾക്കിനെ ലൈക്ക് ഇമോഷണലി കൺവിൻസ് ചെയ്ത് ആ ഒരു ഇമോഷണൽ ഡെപ്തിൽ മനസ്സിലാക്കി പറഞ്ഞ് റെഡ് ഹൾക്ക് ഈസ് ചേഞ്ചിങ് ബാക്ക് ടു റോസ്. അതൊക്കെ എനിക്ക് വളരെയധികം എന്താ പറയുക കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. എൻ്റെ ഫിലിമിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് 2 hours ആയിരുന്നു. ഒരു ചെറിയൊരു പടം, ഒരു ചെറിയൊരു മാർവൽ ഫിലിം. ആൻഡ് നിങ്ങൾക്ക് ഈ CGI ആക്ഷൻ ഫൈറ്റ്സും പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന രീതിയിലൊരു സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു ട്രൂ മാർവൽ ഫാൻ എല്ലാവരും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വി ഓൾ ലവ്സ് ടു വാച്ച് ഫിലിംസ്, റൈറ്റ്? ലൈക്ക് എന്ത് സിനിമയാണെങ്കിലും മാർവൽ സിനിമ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പോയി കണ്ടിരിക്കും. അങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു ഒബ്ലിഗേഷൻ പോലെ ഉണ്ട് ഒരു മാർവൽ ഫാന്. സോ അങ്ങനെ നമുക്ക് ഈ ഒരു സിനിമ വേണമെങ്കിൽ കണ്ടിരിക്കാം ഫോർ ദ പ്ലോട്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി ഈ പ്ലോട്ടിൻ്റെ കാര്യത്തിലോട്ട് നോക്കുവാണെങ്കിൽ കുറേയധികം റിവോൾവ് ഒന്നും ചെയ്യുന്നില്ല. ആൻഡ് എറ്റേണൽ സിനിമയിൽ വന്ന ടിയാമോഡ് എന്ന ആ ഒരു ഇവോൾവിങ് സെലസ്റ്റിയലിൻ്റെ ആ ഒരു പാർട്സ് വെച്ചിട്ട് ആഡമാൻഡിയം മെറ്റൽ അതിൽ നിന്ന് എടുത്ത്, ആൻഡ് ദ പൊളിറ്റിക്സ് ഇൻ ദ ഫിലിം ആൻഡ് എവറി കൺട്രി ഈസ് ലൈക്ക് ഫൈറ്റിംഗ് ഫോർ ദാറ്റ് ആഡമാൻഡിയം ആൻഡ് ദേ ആർ സൈനിങ് എ ട്രീറ്റി ഫോർ ഇറ്റ്. അങ്ങനെയൊക്കെയാണ് ഒരു സിനിമ. ആൻഡ് ദ പൊളിറ്റിക്കൽ പ്രഷർ ഓൺ എ സൂപ്പർ ഹീറോ ആൻഡ് സാം ട്രൈങ് ഇസ് ബെസ്റ്റ് ടു ബി ദ ക്യാപ്റ്റൻ അമേരിക്ക ആൻഡ് ട്രൈങ് ടു ഇൻസ്പയർ. ആൻഡ് എന്താണെങ്കിലും ആ ഒരു ഈൽഡ് ചെയ്യുന്ന ആ ഒരു ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്റ്റീവ് റോജേഴ്സ് ആണ്. ആൻഡ് ഐ കാണ്ട് ടേക്ക് മൈ മൈൻഡ് ടു ദിസ് ക്യാപ്റ്റൻ അമേരിക്ക. എനിക്കത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ സാധിച്ചില്ല. ആൻഡ് മേജർ ഓഫ് യു ഓൾസോ വിൽ ബി ലൈക്ക് ദാറ്റ്. എനി ഹൗ ഈ ഒരു സിനിമയുടെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ടിങ് ആൻ്റണി മെക്കൽ ഡിഡ് റിയലി വെൽ. ആൻഡ് ഓൾസോ ഹാരിസൺ ഫോർഡ്, ഹീ ഓൾസോ റിയലി ഡിഡ് വെൽ. എന്ന് വെച്ചാൽ അത്രയും വയസ്സായിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിലും ആ ഒരു ക്യാരക്ടർ, ആ റോസ് എന്ന ആ ഒരു റോസ് തണ്ടർബോൾട്ട് എന്ന ആ ഒരു ക്യാരക്ടറിനെ അത്ര രീതിയിൽ പ്രസൻറ്റ് ചെയ്ത്, പിന്നെ റെഡ് ഹൾക്കിൻ്റെ ആ ഒരു ആങ്കർ മാനേജ്മെൻറ്റും ഒരു ഇതും, പിന്നെ വില്ലൻ്റെ കാര്യത്തിലാണെങ്കിലും ലീഡർ. ഐ മീൻ വില്ലൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്തിനോ ഒരു വില്ലൻ വെച്ചേക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു സിനിമയാണെങ്കിൽ ഒരു വില്ലൻ വേണ്ട. അതുപോലെ തന്നെ കോമിക്സിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ എടുത്ത് വില്ലനാക്കിയിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യമായിട്ട് 2008 പിന്നീട് കാണിക്കുന്ന ഇതിലൂടെയാണ് ഒരു വില്ലൻ എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു പടം. എനിക്ക് ആക്ച്വലി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എനിക്ക് ഈ ഒരു ഫിലിം വളരെയധികം എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. കാരണം എന്തിനാണ് ഈ ഒരു സിനിമ കാണുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല എന്തിനാണ് ഈ ഒരു സിനിമ കാണുന്നതെന്ന്. പിന്നെ പുതിയ ഫാൽക്കണ്ണെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിനകത്തൂടെയാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ലീഡർ സാമിനോട് പറയുന്നുണ്ട്, ഇനി ലോങ്ങർ ത്രെഡ്സ് വരാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഈ ഒരു വേൾഡ് മാത്രമാണുള്ളത്, ആ ഒരു വേൾഡിൽ നിന്ന് മാത്രമല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ലൈക്ക് അത് ചെറിയൊരു എന്താ പറയുക ഒരു ഹഞ്ചസ് നൽകുകയാണ്. അതായത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും, പിന്നെ ആ ഒരു ഡോക്ടർ ഡൂമിൻ്റെ വരവും, പിന്നെ ഫണ്ടാസ്റ്റിക് ഫോറിൽ ഗലാക്ടസ്, ഐ മീൻ അത് വേറൊരു ഇതായിട്ടാണ്. കാരണം ആ ഒരു സിനിമ ഈ ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ ടച്ച് ചെയ്യത്തില്ല എന്ന് നമുക്ക് ഒഫീഷ്യലി ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു.
എനിഹൗ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് കണ്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ആൻഡ് ഈ ഒരു സിനിമ മാർവൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ സിനിമ റിലീസാക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂവേറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മാർവൽ ഇങ്ങനത്തെ സിനിമകൾ റിലീസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊമോഷണൽ മെറ്റീരിയൽസ് തന്നെ ഈ ഒരു സിനിമയുടെ ഹോപ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേയധികം എക്സ്പെക്റ്റ് ചെയ്യാൻ ഒന്നുമില്ലെന്ന് നമുക്ക് നേരത്തെ തന്നെ ഈ ഒരു സിനിമയിൽ, അതായത് അതിൻ്റെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ പോയി കണ്ടൊരു ക്യാപ്റ്റൻ അമേരിക്ക മൂവി, ഐ മീൻ ഒരു മാർവൽ മൂവി. അതിങ്ങനെ ഒരു റിമെമ്പറിങ്, നമ്മളെല്ലാവരും മറക്കുന്ന ടൈപ്പ് ഒരു മാർവൽ മൂവിയാണ്, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ ടൈപ്പ് ഒരു വലിയ മൂവിയൊന്നും അല്ല. എനിഹൗ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് മറക്കാതെ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.